ഇനി എന്തായിരിക്കും സഭയോടുള്ള ഒരു നിലപാട്? എന്തായിരിക്കും സഭയോട്? സഭ നമ്മുടേതാ. മെത്രാന്മാരാണോ സഭ? നിങ്ങൾ ആരും പറയും സഭ മെത്രാന്മാരാ സഭയെന്ന്? സഭയെ മെത്രാന്മാരുമായിട്ടല്ലായിരുന്നു. സഭയിലെ അതായത് പിന്നെ ഒരു പട്ടം കിട്ടിയാൽ ആൾ ചാകുന്നവരെ പട്ടം കിട്ടിയിട്ടുണ്ട് അച്ഛനാണ്. ഒരു മെത്രാനായാൽ ചാകുന്നവരെ മെത്രാനാണ്. അത് മാറ്റാൻ പറ്റുകയില്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ചുമ്മാർ പറഞ്ഞ മുഴുവൻ കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. സഭ, ഞാൻ വിശ്വാസിയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാന കണ്ട് കുമ്പസാരിക്കുക മാത്രമല്ല, കുർബാന കണ്ടത് മാത്രമല്ല, കുർബാന കൈക്കൊണ്ടവനായിരുന്നു. ആ ഞാനാ പറയുന്നത് ഈ മെത്രാൻ കഴിക്കുന്ന പൂക്കൃത്തരമാണെന്ന് മനസ്സിലായില്ലേ? പറയാതിരിക്കാൻ പറ്റും. എനിക്കൊരു ചുക്കും പറ്റിയില്ല. അയാൾ പറഞ്ഞപ്പോൾ ഷെവലിയർ വി സി സെബാസ്റ്റ്യൻ അങ്ങനെ വിളിച്ച സിസ്റ്റേഴ്സ് പറഞ്ഞു, ആ മെത്രാൻ അങ്ങനെ ഊളത്തരം പറയും, നിങ്ങളത് കേൾക്കണ്ടെന്ന്. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മതവിഭാഗങ്ങളെയും മാന്യമായി കൊണ്ടു നടക്കണമെന്നാണ് BJPയുടെ ലക്ഷ്യം. എത്ര ശ്രമിച്ചാലും അത് BJPയെ കുറ്റപ്പെടുത്തണം നിർബന്ധ ബുദ്ധിയുള്ളവരെ അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. മനസ്സിലായില്ലേ? മെത്രാന്മാർ അങ്ങനെ ആഗ്രഹിച്ചാൽ ജനം കിട്ടണ്ടേ? എല്ലാ മെത്രാന്മാരും ഇല്ലല്ലോ, കുറച്ച് മെത്രാന്മാരല്ലേ ഈ പണി കൊണ്ടിറങ്ങി. സഭ BJPയുടെ അടുക്കണം നിർബന്ധമില്ലെന്നേ. സഭ അടുക്കേണ്ട ജനം അടുക്കണം, അല്ല സഭ അടുക്കണ്ട. സഭ വേറെ, ജനം ക്രിസ്ത്യാനി വോട്ട് കിട്ടാതെ ഞാനെങ്ങനെ ജയിക്കുന്നത് ഇവിടെ? ഇനി FCRA ബില്ല് വരികയാണ്, പാർലമെന്റിൽ എന്തായാലും വരും എന്നുള്ള ഒരു കാര്യം സംശയമാണ്. ഇവരുടെ ആശങ്ക അതുപോലെ തന്നെ നിൽക്കുകയാണ്. ആശങ്കയും കൊണ്ട് അവർ വീട്ടിൽ പോയി ഇരുന്നോണ്ടാ മതി. ആശങ്കയായിട്ടിരുന്നോട്ട് ബില്ല് വരും. സംശയം എന്താ? ഇവിടെ വിദേശത്ത് നിന്ന് വരുന്ന പണത്തിന്റെ കണക്ക് കൊടുക്കണമെന്ന് ഞാൻ ഇത്ര വിഷമം. അപ്പൊ മോട്ടിക്കാവുന്നല്ലേ ഇതിനർത്ഥം? ഇതിന് ആശങ്ക സഭയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ സഭ തെറ്റ് ചെയ്യുന്നില്ലേ അർത്ഥം? എനിക്ക് അപമാനം തോന്നുക. കേന്ദ്രത്തിലെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് വിദേശത്ത് നിന്ന് വരുന്ന പണം അത് എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു അതിന് കണക്ക് കൊടുക്കണം, അത്രേ ഉള്ളൂ. കത്തോലിക്ക സഭ ആശങ്ക പറഞ്ഞപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ച് മെത്രാന്മാരോട് സംസാരിച്ച് അവർ പറഞ്ഞു, നിങ്ങൾ കണക്കിങ് എന്ന് വെച്ചാൽ മതി, ഞങ്ങൾ അപ്രൂവ് ചെയ്തോളാം. അതിനെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അയാളൊരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷെ അയാളെന്താ ചെയ്ത്? മടകളിലെല്ലാം വിളിച്ച് UDP വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അത് പറയാൻ അയക്കെന്താ അവകാശം? ഈ സഭ എന്ന് പറഞ്ഞാൽ UDP ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പൂഞ്ഞാറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ 3 പേരാണ്. ഞാനും UDPും LDFും. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റ് രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്ക് എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഈ മെത്രാന്മാരെ തള്ളിപ്പറയും. ഒരു സംശയം വേണ്ട. ഈ മെത്രാന്മാരപ്പം നിരന്തരം, അതായത് BJPക്ക് വോട്ട് ചെയ്യേണ്ട, ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ BJPക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ള അതേ നിലപാടിൽ തന്നെ അവർ നിൽക്കുകയാണ് അല്ലേ? ബോധം വിവരം വേണ്ട ഇവനൊക്കെ. ഞാൻ പച്ചക്കങ്ങ് പറയാം. അതായത് നിയമം കൊണ്ടുവരുന്നു. ആ നിയമം കൊണ്ടുവരുന്ന എംപാർക്ക് ഇത്ര വിഷമം. വിദേശത്ത് പണം മേടിക്കുന്നു. ആ പണം മേടിക്കുന്ന കണക്ക് കൊടുത്താലല്ല കുഴപ്പം. ഇതിലൊക്കെ രസമല്ല. എന്നിട്ടും കത്തോലിക്ക സഭയാണ് ക്രിസ്ത്യാനിയാണല്ലോ എന്ന് വെച്ചാൽ അമിത്ഷാ തന്നെ നേരിട്ടിടപെട്ട് കത്തോലിക്ക സഭയുടെ ഇതിനോട് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട, നിങ്ങളെ ഒരു ഉദ്രവം ഉണ്ടാകില്ല, കണക്ക് തന്നാൽ മതി. ഏത് കണക്ക് തന്നാലും അപ്രൂവ് ചെയ്തേക്കാം. ദീപി ഒരു പത്രമാണ്, ആ പത്രം വായിക്കുന്നു വട്ട്. അതിപ്പോൾ ഞാനും എന്നും വായിക്കുന്നുണ്ട്, ചരമം അറിയാൻ വേണ്ടി അത് പറ്റുള്ളൂ. ചരമ വാർത്ത ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചെയ്യട്ടെ, ഇവിടെ അത് നിങ്ങൾ പത്രം എടുത്തോ, 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് കുറക്കാത്തവന്മാരാ ദീപ് നടത്തുന്നത്. ക്രൈസ്തവരെ നന്ദി, 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 ഒരുപാട് നന്ദി. കാരണം മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, നിങ്ങൾ LDFന് വോട്ട് ചെയ്തോ, നിങ്ങൾ UDFന് വോട്ട് ചെയ്തോ എന്നുള്ളതൊന്നല്ല വിഷയം. നിങ്ങൾ പൂഞ്ഞാറിൽ നിങ്ങളുടെ പിന്നിൽ നിന്ന് കുത്തുന്ന യൂദാസിനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അവനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചതിനാണ് നിങ്ങൾക്ക് നന്ദി. നിങ്ങൾ LDFന് ചെയ്തോ UDFന് ചെയ്തോ അതൊന്നും ഇവിടെ വിഷയമല്ല. പക്ഷേ കൂടെ നിന്ന് ഒറ്റിയവനെ, പിന്നിൽ നിന്ന് കുത്തിയവനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു. അതിന് നിങ്ങൾക്ക് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, പക്ഷേ ചില ആളുകൾ തോൽക്കേണ്ടവരാണ്. അതിലുള്ള ഒരാളാണ് ഈ PC പൂഞ്ഞാർ ചെറ്റ. അവൻ്റെ മകൻ ഷോണ്. 2 എണ്ണവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണൽ കഴിയല, തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞു, ഇനി എന്താ ബാക്കി? വോട്ടെണ്ണൽ മാത്രം. പക്ഷേ 2 എണ്ണത്തിനും കുരു പൊട്ടി തുടങ്ങിയിട്ടുണ്ട്.
രണ്ടെണ്ണത്തിനും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. പാലായിലാണെങ്കിലും പൂഞ്ഞാറിലാണെങ്കിലും മകനാണെങ്കിലും തന്തയാണെങ്കിലും രണ്ടും 8 നിലയിൽ പൊട്ടും. കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല, തിരിച്ചു കിട്ടില്ല എന്നുള്ളത് അപ്പനും മകനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടെണ്ണവും ഇപ്പോ മെത്രാന്മാർക്കെതിരെ, സഭക്കെതിരെ, സഭയുടെ മേലധ്യക്ഷന്മാർക്കെതിരെ, പ്രിയപ്പെട്ട പിതാക്കന്മാർക്കെതിരെ ഒക്കെ തെറിവിളിയാണ്, ഭരണിപ്പാട്ട് ഒക്കെ നടത്തുന്നത് പോലെ. എന്താണെങ്കിലും ക്രൈസ്തവ സമൂഹം അവരുടെ വിവേകപൂർവമായ അവരുടെ ആ ബുദ്ധി അല്ലെങ്കിൽ വിവേകത്തെ അവർ കൃത്യമായി വിനിയോഗിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇത്രയധികം കുരു പൊട്ടുന്നുണ്ടെങ്കിൽ PC എന്ന് പറഞ്ഞ പൂഞ്ഞാർ ചെറ്റക്കും അവൻ്റെ മകൻ പാലായിലെ മത്സരിച്ച ഷോൺ ജോർജിനും നല്ല ബോധ്യമുണ്ട് 8 നിലയിൽ പൊട്ടുമെന്നുള്ളത്. അത് തന്നെയാണ് ഇവരെ ഇത്രയധികം പരിഭ്രാന്തരാക്കുന്ന കാര്യം. ഇപ്പോൾ ദീപിക പത്രത്തിനെതിരെ, മെത്രാന്മാർക്കെതിരെ, സഭയുടെ മേലധ്യക്ഷന്മാർക്കെതിരെ ഒക്കെയാണ് പറയുന്നത്. എന്താ, ഞാൻ ക്രൈസ്തവനാ, ഞാൻ കുർബാന കൊണ്ടവനാ, ഞാൻ കുമ്പസരിക്കുന്നവനാ. യൂദാസും ക്രിസ്തുവിൻ്റെ അനുയായിയായിരുന്നു, ക്രിസ്തുവിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അവസാനം പിന്നിൽ നിന്ന് കുത്തി. ഞാൻ അന്നേ പറഞ്ഞു നിങ്ങളോട്, ഈ പറയുന്ന PC എന്ന് പറഞ്ഞ പൂഞ്ഞാർ ചെറ്റ അവൻ യൂദാസിന്റെ അപ്പനായിട്ട് വരുമെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാ. ഞാൻ പള്ളിയിൽ പോകും ഞായറാഴ്ച, ഞാൻ കുർബാന കൈകൊള്ളാറുണ്ട്, ഞാൻ കുമ്പസരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിക്കണം. ഇവൻ കാപട്യമുള്ളവനാ, ഇവൻ വിശ്വാസിയല്ല, ഇവൻ കാപട്യക്കാരനാ. ഈ വിശ്വാസത്തെ വച്ച് ഇവൻ്റെ സ്വന്തം കാര്യം നേടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതാണ് ഞാൻ കുർബാന കൊള്ളാറുണ്ട്, ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ഞായറാഴ്ച പോകാറുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഒരു വിശ്വാസിക്ക് ആരാധന എന്ന് പറയുന്നത് ഏത് മതത്തിലാവട്ടെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് പറയുന്നത് അത് ജനങ്ങളെ കാണിക്കാനാണോ അതോ ദൈവത്തെ കാണിക്കാനാണോ? ദൈവത്തെ കാണിക്കാനാ. ഒരു വിശ്വാസിയും ദൈവത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന ആരാധനകളെ ഒരിക്കലും ഇത്തരത്തിൽ പറഞ്ഞു നടക്കാറില്ല. അപ്പൊ അത് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിന് വേണ്ടിയിട്ടല്ല, അവൻ ചെയ്യുന്നത് ജനങ്ങളെ ബോധിപ്പിക്കാനാ. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശമാണ് ഈ ക്രൈസ്തവരായ നല്ല സുഹൃത്തുക്കള്, സഹോദരന്മാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാ. തിരിച്ചറിഞ്ഞു. കാരണം നിങ്ങൾ PC എന്ന് പറയുന്ന പരമചെറ്റ, അവൻ അധികാരത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കാൻ ഒരു മടിയുമില്ലാത്തവനാ. അധികാരത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കാൻ അവന് ഒരു മടിയുമില്ല എന്നുള്ളതാ. ഈ പറയുന്ന BJP, ഞാനിപ്പോൾ ഇത് എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു തരണോ? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ പറയുന്ന വിശ്വാസിയായതിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള ബൈബിളും കൊന്തയും കുരിശുമാലയും തിരുവസ്ത്രങ്ങളും ശിരോവസ്ത്രങ്ങളും ഒക്കെ അണിഞ്ഞതിൻ്റെ പേരിൽ കേരളം അങ്ങോട്ട് വിട്ടപ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക്, വൈദികന്മാർക്ക് ഒക്കെ നേരിടേണ്ടി വന്നത് എന്താണ് അല്ലേ? ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടു. ഛത്തീസ്ഗഡിൽ മാത്രമായിരുന്നോ? ബീഹാറിൽ, ഡൽഹിയിൽ, ഒഡീഷയിൽ, UP, അസമിൽ, എല്ലായിടത്തും നമ്മൾ കണ്ടില്ലേ? എല്ലായിടത്തും എന്തായിരുന്നു പ്രശ്നം? ഇവരൊക്കെ ആരെങ്കിലും കൊള്ളയടിച്ചവരായിരുന്നോ? ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട വൈദികര്, കന്യാസ്ത്രീകള് അല്ലെങ്കിൽ വിശ്വാസികളൊക്കെ ആരെങ്കിലും കൊള്ളടിച്ചവരായിരുന്നോ? അല്ലല്ലോ. ഇവരെന്താ മോഷണ കേസിൽ പ്രതികളായിരുന്നോ? മോഷ്ടാക്കളായിരുന്നോ? അല്ലല്ലോ. കൊലപാതകികളായിരുന്നോ? അല്ലല്ലോ. രാജ്യവിരുദ്ധരായിരുന്നോ? അല്ലല്ലോ. ഒന്നുമല്ലല്ലോ. എന്തായിരുന്നു? അവരാക്രമിക്കപ്പെടാനുണ്ടായ കാരണം എന്തായിരുന്നു? അവർ ക്രൈസ്തവരായിരുന്നു എന്നുള്ളതാ. അവർ ക്രൈസ്തവതയിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്നുള്ളതാ. അവർ ക്രൈസ്തവതയിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കുന്നു. അവരുടെ കയ്യിൽ ബൈബിളുണ്ട്, അവരുടെ കയ്യിൽ ശിരോവസ്ത്രങ്ങളുണ്ട്, തിരുവസ്ത്രങ്ങളുണ്ട്, കുരിശുമാലയുണ്ട്, കൊന്തയുണ്ട്, ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ ക്രൈസ്തവരാണ്. അവർ ആ മതത്തിൻ്റെ, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാം കൊണ്ടു നടക്കുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ പേരിലാണല്ലോ ഈ ആക്രമിക്കപ്പെട്ടതും ജയിലിലിട്ടതും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് FCRAയും, ഈ FCRA എന്ന് പറഞ്ഞാൽ ഈ പൂഞ്ഞാർ ചെറ്റ പറയുന്നത് പോലെ
വിദേശത്ത് നിന്ന് കിട്ടുന്ന സഹായങ്ങളുടെ കണക്ക് കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണോ FCRA എന്ന് പറഞ്ഞാൽ? ആണോ? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ ആ നിയമം. കണക്കുകൾ എല്ലാവരുടെയും കണക്കുകൾ കൃത്യമായിട്ടുണ്ടല്ലോ. കണക്കുകൾ എല്ലാ രീതിയിലും കണക്കുകൾ ഉണ്ടല്ലോ. അപ്പൊ കണക്ക് അവതരിപ്പിക്കലാണോ FCRA എന്ന് പറയുന്ന ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെന്നേ. FCRA എന്ന് പറഞ്ഞാൽ വിദേശ സഹായം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റലുകൾ എന്ന് വേണ്ട അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും കേന്ദ്ര സർക്കാരിന് ഏത് നിമിഷവും ഒരു നോട്ടീസ് പോലും ഇല്ലാതെ അവർക്ക് അങ്ങോട്ട് ഏറ്റെടുക്കുക, അവരങ്ങോട്ട് അവരുടേതാക്കുക, അതിന് കഴിയുമെന്നുള്ളതാണ് ആ നിയമം എന്ന് പറയുന്നത്. ഒരു കാരണവും വേണ്ട, ഒരു നോട്ടീസും വേണ്ട. ഈ പ്രവർത്തിക്കുന്ന സ്ഥാപനം വിദേശ ഫണ്ടിൽ സഹായം സ്വീകരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ മതി, എടുക്കും, കൊണ്ടുപോകും. ഇതാണ് FCRA. അല്ലാതെ PC എന്ന് പറയുന്ന പരമചറ്റ പറയും പോലെ ഈ പറയുന്ന കണക്ക് അവതരിപ്പിക്കലാണോ FCRA? അല്ലെന്നേ. അത് ബോധ്യമുള്ളത് കൊണ്ടും അത് ബോധ്യപ്പെട്ടത് കൊണ്ടും. പക്ഷേ ഈ ബോധ്യങ്ങൾക്ക് കുറച്ച് താമസം വന്നുപോയി, ഈ ബോധ്യത്തിന് ഇച്ചിരി കാലതാമസം വന്നുപോയി. അവിടെയാണ് തെറ്റിയത്. ബോധം വന്നത് എപ്പോഴാ? കഴുത്തിന് കുത്തിന് പിടിച്ചപ്പോഴാണ് ബോധം വന്നത്. അതിന് മുൻപ് ബോധം വന്നില്ല. ആ ബോധം വരാത്തത് തന്നെയാണ് ഇപ്പോ കുത്തിന് പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതും ആ ബോധം വരാത്തതിൻ്റെ കാര്യമായിരുന്നു എന്നുള്ളതാ. എന്താണെങ്കിലും PC-ക്ക് ഒരു കാര്യം ഉറപ്പാ. PC-ക്ക് മാത്രമല്ല, PC-യുടെ മകൻ പൂഞ്ഞാർ ചെറ്റയുടെ മകനും ഒരു കാര്യം ഉറപ്പാ. തീർന്നു, പരാജയം ഉറപ്പാണെന്ന് രണ്ടുപേർക്കും അറിയാം. അതാണിപ്പോ പിതാക്കന്മാരെയും സഭയെയും സഭയുടെ മേലധ്യക്ഷന്മാരെയും സഭാ നേതൃത്വത്തെയും തെറി വിളിച്ചുകൊണ്ട് പിന്നെ ഇറങ്ങുന്നത് അല്ലേ? സഭാ നേതൃത്വത്തെ എന്തൊക്കെയാ വിളിക്കുന്നത്? എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങ് വിളിച്ച് പറയുകയാ തന്തയില്ലാത്തവന്മാരെന്നൊക്കെ പറഞ്ഞ്. എന്ത് മെനകെട്ട ഇവൻ്റെ നാവ് തന്നെ പുഴുവരിച്ച വിഷം വമിക്കുന്ന നാവാ. ഞാൻ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ PC-യെ പറ്റി സംസാരിച്ചപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പ്രേക്ഷകരോട്, ഇവനെന്ന് പറയുന്നത് വിഷജന്തു എന്ന് പറഞ്ഞാൽ ഇവനിക്ക് ഒരിടം നൽകിക്കഴിഞ്ഞാൽ ആ സമൂഹത്തെ മൊത്തം ഇവൻ പിടിക്കും, നീരാളിപ്പിടുത്തം പിടിക്കും. വർഗീയതയുടെ വിഷവിത്തുമായിട്ടാണ് ഇവൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. PC-യെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. PC-ക്ക് അധികാരം വേണം, PC-ക്ക് പണം വേണം. ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് PC ജോർജ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ തെറിവിളികൾ അത്രയും. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ഉറപ്പാ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സംഘ് പരിവാർ നേതൃത്വത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തെറിവിളികൾ അത്രയും നടത്തുന്നത്. BJP-യെയും BJP-ന്റെ നേതാക്കന്മാരെയും അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഒക്കെ പ്രീതിപ്പെടുത്തണം, സംഘ് പരിവാർ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് ഈ തെറിവിളികൾ. നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു സമൂഹത്തെ നേരായ വഴിയിലൂടെ കൊണ്ടു നടക്കുകയും ആ സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും വിദ്യാഭ്യാസപരമായി, സാമൂഹികപരമായി, അതുപോലെ ചാരിറ്റബിൾ പ്രവൃത്തികളിലൂടെ ഒക്കെ ഒരു സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സഭയെയും സഭാ നേതൃത്വത്തെയും PC എന്ന് പറയുന്ന പരനാറി തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവന് അധികാരം കിട്ടില്ല എന്നുള്ളത് അവനിക്ക് ഉറപ്പാ. അവനെ ജനം പുറംകാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു എന്നുള്ളതും അവനിക്ക് ഉറപ്പാ. അവനെ മാത്രമല്ല, അവൻ്റെ മകനെയും. പിന്നെ എന്താ കാര്യം? പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഈ BJP സംഘ് പരിവാർ നേതൃത്വവുമായിട്ട് നല്ല ടേംസ് ഉണ്ടാവണം. എന്നാൽ ആ ഫണ്ട് വരികയുള്ളൂ, എന്നാൽ ആ കാര്യം നടക്കുകയുള്ളൂ. അപ്പോ ചൂണ്ടിക്കാണിച്ചാൽ നീ പണിയിട്ട് പൊക്കോടാ എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഇവനും ഇവൻ്റെ മകനും. എന്താണെങ്കിലും സഹോദരങ്ങള്, ക്രൈസ്തവ സഹോദരങ്ങൾ അത് തിരിച്ചറിഞ്ഞു. ഇവൻ കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന യൂദാസ് ആണെന്നുള്ളത് അവർക്ക് ബോധ്യമായി. അവർ കൃത്യമായി ഇടപെട്ടു. അവരുടെ ആ 5 വർഷത്തിലൊരിക്കൽ കിട്ടുന്ന അവരുടെ ആ അധികാരം അതവർ കൃത്യമായി വിനിയോഗിച്ചു. ഇപ്പൊ അതാണ് ഇവൻ്റെ ഏറ്റവും വലിയ മൂലം കടച്ചിൽ എന്ന് പറയുന്നത്. കുരു പൊട്ടുന്നതിൻ്റെ കാരണം അതാ. തെരഞ്ഞെടുപ്പിൽ അവനറിയാം 8 നിലയിൽ പൊട്ടുമെന്നുള്ളത്.
ആ ഭയം തന്നെയാണ് അവനെ ഇപ്പം ഇങ്ങനെ തെറി വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത്.